ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. എനിക്കങ്ങനെ കേക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും പക്ഷെ ആർക്കും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസാണ് കേട്ടത്. ഒരുപാട് ഡെക്കറേഷനും കാര്യങ്ങളൊന്നുമില്ല, എന്നാൽ നല്ല ടേസ്റ്റുള്ള നല്ല ആ മിൽക്ക് കേക്ക് ഉണ്ട്, ആലിയ ഭട്ടിൻ്റെ മിൽക്ക് കേക്കാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറേ നാളായി അത് ഉണ്ടാക്കണം എന്നിങ്ങനെ വിചാരിച്ചിരിക്കുന്നു. അപ്പോൾ എൻ്റെ മോളെ ബർത്ത്ഡേ ആയ കാരണം അപ്പോൾ അവൾക്ക് ഇതുണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷനും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്ന്. അപ്പോൾ ഇത് കേക്കിൻ്റെ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. ഞാൻ ഒരു കപ്പ് മൈദ വെച്ചിട്ടാണ് കേട്ടോ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു കപ്പ് മൈദയും 4 മുട്ടയും വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. സാധാരണ കേക്കിൻ്റെ ബേസൊക്കെ ഉണ്ടാക്കാൻ എനിക്കറിയെങ്കിലും അത് ഡെക്കറേറ്റ് ചെയ്യാനും സംഭവമൊന്നും അധികം അറിയില്ല. പക്ഷേ അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊന്നും എൻ്റെ അടുത്തില്ല കേട്ടോ. അതൊക്കെ നാട്ടിലാണ്, ഇവിടെ അങ്ങനത്തെ സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പം ഞാനങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. അപ്പോൾ ഞാൻ ആദ്യം ഈ സംഭവങ്ങളൊക്കെ ഒന്ന് 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുകയാണ്. മൈദയിൽ 1 കപ്പ് മൈദയും പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ 3 പ്രാവശ്യം ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അങ്ങനെ അരിച്ചെടുത്താലേ കേക്ക് നന്നാവുള്ളൂ എന്നെല്ലാവരും പറയും. ഞാൻ അങ്ങനെ തന്നെ ഉണ്ട് ചെയ്തിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് വരും എൻ്റെ ബേസൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ ഈ മുട്ടേൻ്റെ വെള്ള വേറെ ബീറ്റ് ചെയ്തെടുത്ത് മഞ്ഞ പിന്നെ ചേർത്ത് കൊടുക്കാൻ ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു തയ്യാറെടുപ്പിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ കൊണ്ടാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഫ്രിഡ്ജിൽ നിന്നൊക്കെ ഞാൻ ഒരുപാട് സമയം മുന്നേ എടുത്ത് വെച്ച മുട്ടയായിരുന്നു. പക്ഷേ അതിൻ്റെ മഞ്ഞയൊക്കെ നല്ലപോലെ വേറെ കിട്ടാതെ കലങ്ങിയിട്ടായിരുന്നു കേട്ടോ. ഞാൻ കുറേ പണി കിട്ടു. ഞാൻ ഒരു 6 മുട്ട 7 മുട്ടയോളം ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടുണ്ട്. അതിന് ഞാൻ എങ്ങനെയൊക്കെയോ 4 മുട്ടൻ്റെ വെള്ള വേർതിരിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇനി അതൊന്ന് ജസ്റ്റ് ഇതുപോലെയാണ് മഞ്ഞ കാണുന്നത്. ഇങ്ങനെ സെപ്പറേറ്റായിട്ട് കിട്ടാൻ ഒരുപാട് ബുദ്ധിമുട്ട് കിട്ടും. ഞാൻ വെള്ളം ഇങ്ങനെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുകയാണ്. ഒന്ന് ചെറുതായിട്ടൊന്ന് പതപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ആണ് ഞാൻ അതിലേക്ക് ഷുഗർ 1/4 കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് മധുരത്തിന്. അപ്പോൾ അതും കൂടെ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത്, ഇതിൻ്റെ വെള്ളം നല്ലപോലെ കിട്ടാത്ത കാരണം എന്തോ ഒന്ന് പതഞ്ഞ് വന്നിട്ടൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്ത് പിന്നെ മഞ്ഞയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയും കൂടി ബീറ്റ് ചെയ്തെടുത്ത്. അപ്പോൾ ഇങ്ങനെയാണ് വെള്ളം വന്നിട്ടുള്ളത്. ഒരുപാടൊന്നും ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടില്ല. അപ്പം ഞാൻ മഞ്ഞയും കൂടെ അതിൽ ചേർത്ത് കൊടുത്തിട്ട് ഇത് മുട്ട കേട് വന്നതല്ല കേട്ടോ. സംഭവം എന്തോ ചൂടുകൊണ്ടോ എന്തോ കടയിൽ ഇരിക്കുമ്പോൾ നമ്മളടുത്തുള്ള ഗ്രോസറിയിൽ നിന്ന് വാങ്ങിയതായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരുന്നിട്ട് എന്തോ അറിയില്ല, നമ്മൾ ഫ്രൈ ചെയ്യുന്ന മുട്ട ഓംലെറ്റ് അടിക്കുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ വെള്ളം മാറ്റിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളൂ, ആ ഒരു പ്രശ്നമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ മഞ്ഞയും കൂടെ നല്ലോണം അടിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മൈദയും സംഭവമൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൈദയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒരുവിധം എല്ലാവർക്കും കേക്ക് ഉണ്ടാക്കാനൊക്കെ അറിയാം, പക്ഷേ എന്നാലും ഞാൻ പറഞ്ഞതാണ് കേട്ടോ. ഇങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേക്ക് ബേക്ക് ചെയ്തെടുക്കുന്നത്. ഓവനിലോ എയർ ഫ്രയറിലൊന്നുമല്ല, അടുപ്പത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു പാനിൽ ഞാൻ നെയ്യ് പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ചേർത്തിട്ട് കേക്ക് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കേക്കൊക്കെ നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ പൊങ്ങിയിട്ടൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഈ മിൽക്ക് കേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ അതേ ഷേപ്പിലുള്ള പാത്രത്തിൽ തന്നെ നമ്മൾ കേക്ക് വെച്ച് കൊടുത്തിട്ട് അങ്ങനെയാണ് ചെയ്യൽ, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ അങ്ങനത്തെ പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്.
അപ്പോൾ ഞാൻ ആദ്യമായിട്ട് അതിൽ പാൽ ഒഴിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഹോൾസ് ഇട്ടിട്ടുണ്ട് കേട്ടോ, ഫോർക്ക് കൊണ്ട്. പിന്നെ ഞാൻ കേക്കിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഈ പാലും കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ടുള്ള ഈ ഒരു പാലാണ്. മറ്റ് സംഭവമല്ല കേട്ടോ. സാധാരണ എല്ലാവരും ഒഴിച്ചു കൊടുക്കൽ വേറെ, ഞാനിതാ ഇപ്പോൾ ഉണ്ടാക്കും ആ പാലാണ് കേട്ടോ സാധാരണ. അത് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടില്ല, ഞാൻ ഇങ്ങനെയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇതാ ഈ ഒരു പാലാണ് എല്ലാവരും ഒഴിച്ചു കൊടുക്കാറ്. ഞാൻ അത് കേക്ക് ഡിപ്പ് ചെയ്ത് എടുക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. വിപ്പിംഗ് ക്രീമും പാലും പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കട്ടിക്കൊരു ഇത് റെഡിയാക്കി എടുക്കും. അതാണ് സാധാരണ കേക്കിലും എല്ലാവരും ഒഴിച്ചു കൊടുക്കൽ. ഞാനത് കേക്കിൽ ഒഴിച്ചിട്ടില്ല. കേക്കിൽ ഞാൻ പാലും മിൽക്കും ഇത് മാത്രമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മിൽക്ക് കേക്ക് ഓൾറെഡി കഴിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്നൊന്നും അറിയാത്തതുകൊണ്ട് നമുക്കിത് ഭയങ്കര ടേസ്റ്റായി തോന്നിയിട്ടാ. ഈ ഒരു പാല് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ തന്നെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഭയങ്കര മധുരം ഉണ്ട്, ഇതിൽ ഒരുപാട് മധുരമുണ്ട്. സത്യത്തിൽ ഈ കേക്കിൻ്റെ ഒരു പീസ് കഴിച്ചാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞിട്ടും ഷുഗർ കഴിക്കണമായിരുന്നല്ലോ, അത്രക്കും നല്ല മധുരമുള്ളൊരു സംഭവം കേട്ടോ. നല്ല സ്വീറ്റ്സ് ഇഷ്ടമുള്ളവർക്കൊക്കെ നല്ല ഇഷ്ടമാവും. അപ്പോൾ ഇതാ ഞാൻ കേക്കിൽ ഈ മറ്റ് പാലൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഞാൻ കേക്കിൽ ക്രീമും കൂടെ തേച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ക്രീം തേക്കുമ്പോൾ ടാൻടാബ്ലോ അതൊന്നും ഇല്ലാത്ത കാരണം നമുക്ക് ഇഷ്ടം പോലെയൊക്കെ തേച്ച് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് ഡെക്കറേഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തേച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ എൻ്റെ മക്കൾക്ക് ഇത് സൈഡിലൊന്നും തേക്കാറില്ല സാധാരണ, പക്ഷെ എൻ്റെ മക്കൾക്ക് സൈഡിലൊക്കെ തേക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ സൈഡിലും ഒക്കെ എല്ലായിടത്തും തേച്ച് ആകെ അലങ്കോലമാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ സ്ട്രോബെറി പിന്നെ മുന്തിരിയൊക്കെ ഉണ്ടാവും. പക്ഷെ മുന്തിരി ഇല്ലാത്തതുകൊണ്ട് സ്ട്രോബെറി വെച്ച് തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ ഒന്ന് സെറ്റായിട്ട് മുറിച്ചെടുക്കുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരല് കേട്ടോ. പക്ഷെ നമുക്കതിനൊന്നും ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ രാത്രി കേക്ക് ഉണ്ടാക്കി. രാത്രി 12 മണിക്ക് ബർത്ത്ഡേക്കാർക്ക് കേക്ക് മുറിക്കണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം വെച്ച് സെറ്റാക്കിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ അവളെ സർപ്രൈസായിട്ട് നമ്മൾ മിഠായിയും കേക്കൊക്കെ ഇങ്ങനെ വെച്ചിട്ട് വിളിച്ചു കൊടുന്നപ്പോൾ അതിൻ്റെ ഒരു സർപ്രൈസാണ് കേട്ടോ മുഖത്ത്. പിന്നെ ഇതാ അവളപ്പോൾ വർക്കൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ കേക്കൊക്കെ മുറിച്ച് ആഘോഷിച്ച്. ഈ കേക്ക് എന്ന് വെച്ചാൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. കേക്കിൻ്റെ ബേസ് മാത്രം അറിഞ്ഞാൽ മതി. പിന്നെ ഇതിൽ മെയിനായിട്ട് ആ പാലും സംഭവമൊക്കെ ഉണ്ടാ. നല്ല ടേസ്റ്റ് ഉണ്ട്. ഏതായാലും എനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ ഈ കേക്ക്. ഞാനിതാ കഷ്ടപ്പെട്ട് ഒക്കെ ഉണ്ടാക്കി കൊടുത്ത കേക്ക് അവർ അതൊക്കെ താഴെയൊക്കെ തള്ളിയിട്ട് ആകെ അലങ്കോലാക്കിയിട്ടാട്ടോ മുറിച്ചത്. പിന്നെ ഇങ്ങനെ കേട്ടോ ഇത് കഴിക്കൽ. എല്ലാവർക്കും അറിയാക്കാരും വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവേക്കാരും. പക്ഷെ ഞാനെന്നാലും പറഞ്ഞതാണ്. ഇങ്ങനെ ആ പാല് നമ്മൾ ഉണ്ടാക്കി വെച്ച മിൽക്ക് മെയ്ഡും വിപ്പിംഗ് ക്രീമും പിന്നെ പാലും കൂടെയുള്ള ആ ഒരു കട്ടിക്കുള്ള ഒരു സംഭവമാണ്. അതിങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ കേക്ക് ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. നല്ല ടേസ്റ്റ് എന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നും പറയുന്ന പോലെ തന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ ഓക്കെ ബൈ, താങ്ക് യു.